ഒരു കാര്യം പറയട്ടെ, നമുക്ക് വൈകുന്നേരത്ത് ഒരുപാട് നേരം സംസാരിക്കാം. പോയിട്ട് ചിക്കനും വാങ്ങി നാളെ ബിരിയാണി വെക്കാം. നേട്ടം വെക്കുള്ളൂ, അനുഭവിക്കും. ഞാൻ വെച്ചിട്ട് നിങ്ങൾ തിന്നത് പോവാ. ഞാൻ ഇന്ന് വരെ ആ ബേസിക് കിച്ചണിൽ നിന്ന് കണ്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ വെച്ചിട്ട് നിങ്ങൾ തിന്നുവോ? അല്ല സെറ്റാക്കില്ല എനിക്ക്, അതൊന്നും കുഴപ്പമില്ല. ഇതിപ്പോൾ ഇന്നൊരു പാർക്കിങ് വന്ന കേട്ടോ. ഇത് നമ്മുടെ വണ്ടിയായി കിടക്കുന്നത്. ഇത് എൻ്റെ വണ്ടിയാണ്. ഞാനിപ്പോൾ ഇവിടെ മറ്റേ ടൊറൻറ്റോ എന്ന് പറഞ്ഞിട്ട് പാർക്ക് കേട്ടോ. ഇത് നമ്മുടെ തന്നെ കമ്പനിയുടെ അടുത്ത വണ്ടിയാണ്. ആൽബിയാണ് ഇത് ഓടിക്കുന്നത്, ആഡ്രിയ. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിതിൻ്റെ വണ്ടിയാണ് ഈ കാണുന്നത്, അത് നിതിൻ്റെ വണ്ടി. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഈ ഡഫ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജയാനന്ദൻ ചേട്ടൻ്റെയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു മലയുടെ സൈഡിലുള്ളൊരു പാർക്കിംഗ് കേട്ടോ. കമ്പനി എല്ലായ്പ്പോഴും തരുന്നതല്ല, ഈ പ്രാവശ്യം തന്നിരിക്കുന്ന പാർക്കിംഗ് കേട്ടോ. സംഭവം അങ്ങനെയുണ്ട്, സൂപ്പറട്ടെ വേണ്ട. അതെ, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപടി തന്നെ പാടാ. സ്റ്റാൻഡേർഡ് ഇല്ലാത്തവന്മാർ, കച്ചറകൾ. അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലോട്ട് പോവാണ്. എൻ്റെ കയ്യിൽ ഇത് ഞാൻ എഡിറ്റ് ചെയ്യത്തില്ല കേട്ടോ, അതേപടി ഞാൻ കയറ്റി വിടുവേ. അത് ശരിയാണല്ലോടാ, വെള്ളം ഒഴുകി പോകാനുള്ളതാണെന്ന് തോന്നുന്നു. അത് റാമ്പ് പിടിക്കാനുള്ളതാണോടാ? വളരെ ഉപകാരമാണ്. ചെയ്തിട്ടില്ലെന്ന് ഞാൻ ഇന്നലെ ഞാനാണെന്നൊരു ഒരു തൊഴിഞ്ഞ ഇത് കൊണ്ട് പോയിട്ട് ഞാൻ പെട്ടുപോയി. നോക്കടാ, V8 നരന്ന് കിടക്കുന്നത്. എത്ര V8 നോക്കി കിടക്കുന്നത്? വേറെ കാര്യം കേട്ടോ, ഈ വിൻഡിലൊന്നും ആണെങ്കിൽ ഡ്രോൺ പറത്താൻ പറ്റൂല. ഡ്രോൺ പോയത് കൂടിയാതെ രാവിലെ മുതൽ നിന്നൊക്കെ ഞാൻ നിന്ന് വിളിച്ചോണ്ടിരിക്കുന്നതല്ലേ. നീയൊക്കെ വന്നോ? ഇല്ലല്ലോ. നാളെ ബസ് ഉണ്ടോന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ വേറെ തിങ്കളാഴ്ച തന്നെ തിന്നാനുള്ളത് എല്ലാം ഉണ്ടാക്കി വെക്കണ്ടേ? മർക്കോണി എവിടെയാ നോക്കടാ. മർക്കോണി അപ്പുറത്തെ സ്റ്റോപ്പിലാ. ബസ്സൊക്കെ വരും മർക്കോണി. ബാ, മർക്കോണി. എന്തിനാ മർക്കോണി? അതെ, മാർക്കോണി. അല്ല, അതാണ് രാവിലെ ഈ കാറ്റത്ത് മഴയത്ത് നമ്മൾ രാവിലെ 4-5 മണിക്ക് എണീക്കും. എന്നിട്ടാണെങ്കിൽ പൈനാപ്പിൾ മോര് കറിയും പിന്നെ ചിക്കൻ കറിയും ഉണ്ടാക്കി വെക്കും. എന്നിട്ട് 10 മണിക്ക് മുന്നേ നമ്മൾ എല്ലാ പരിപാടിയും തീർത്ത് കുളിച്ചിട്ട് ഇവിടുന്ന് ട്രിപ്പിന് ഇറങ്ങും. ശരിയാണ്? രാവിലെ 5 മണിക്ക് എണീറ്റില്ലെങ്കിൽ അതിനുള്ള തെറി അപ്പം പറയാം. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് അല്ല, കണ്ടാ മതി. ലോകോത്തര പ്ലാനിങ് ആണ്, കണ്ടാ മതി. കാരണം നമ്മൾ എന്തൊരു പ്ലാനിങ് ചെയ്താലും പണ്ടാറങ്ങാനാണ് പതിവ്. അതുകൊണ്ട് ഞാൻ ആകെ കൂടി കണക്കിന് ടൗണേന്നറിയോ, നമ്മുടെ ഇൻസ്ബർഗ്. അവിടെ മൊത്തം ഒന്ന് കറങ്ങി. എന്തറിയോ, ഞാനുണ്ട്, ആരുണ്ട് എന്റെ കൂടെ? അനന്തൂല്ല, നമ്മുടെ മാക്സ് അനന്ത് വിളിച്ചിട്ട് ചെവിതലല്ല. അവൻ ആദ്യമായിട്ട് ഇവിടെ വീട്ടിലേക്ക് കയറിക്കോ. ചേട്ടാ ചേട്ടാ ഇങ്ങോട്ടാ ഇതേ ആ സാധനം കയറിപ്പോ ശരിയാക്കി. കുറെ കുളിച്ച് റെഡി അങ്ങനെ 2 പേർക്ക് അടിച്ചിട്ട് പോയി. നടന്നിട്ട് പണ്ടാറ എത്തണുണ്ടോ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ 30 യൂറോ എന്നോട് കയറുന്നു. ഞാൻ എൻ്റെ പൈസ ഇല്ല, എടുത്തോടെ ഞാൻ കയറാം. എൻ്റെ ശുചിയേട്ടനുണ്ട്. നിങ്ങൾ അതിനകത്ത് കയറിയിട്ടില്ല? റോപ്പയില് ശരിക്കും എന്താ സംഭവം അറിയോ, അത് സ്കേറ്റിങ്ങിന് വേണ്ടി. അല്ലടാ, അതിന്റെ മുകളിലൊരു വ്യൂ സ്റ്റേഷൻ ഉണ്ട്. അവിടെ ചെന്നിട്ട് നമുക്ക് അവിടെ ഗ്രാമമുണ്ട്. അവിടെ ചെന്നിട്ട് ആ ഗ്രാമം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അവിടെ ഡ്രോണൊക്കെ പറത്താനൊക്കെ പറ്റും. ഞാനിപ്പോൾ ഈ സാധനം നോക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇറ്റലിയുടെ നല്ല ഷോട്ട്സ് എടുക്കാൻ പറ്റും. ഏരിയൽ ഷോട്ട്സ്.
മച്ചാൻ അങ്ങനെ മച്ചാൻ പോലും അറിയാതെ മച്ചാൻ ഒരു യൂട്യൂബറായി മാറിക്കൊണ്ടിരിക്കും. ഇല്ലടാ, ആ ഷോട്ട് ഞാൻ യൂട്യൂബിൽ പങ്കുവെക്കില്ല, എന്നിട്ട് ഞാനത് വിൽക്കും. അതെങ്ങനെയുണ്ട്? ഇവിടുന്ന് താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു തന്നെ. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു ഡ്രോൺ അവിടെ ആയിരിക്കും. അപ്പോൾ ഗോ 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 എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരെ വന്നു. അപ്പോൾ അവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ആ സ്ക്രീനിൽ നോക്കുമ്പോൾ എനിക്ക് മൊത്തം ഇറ്റാലി, നമുക്കൊന്നും മനസ്സിലാവില്ല. ഞാനപ്പോൾ അവിടെ ഒരു സെയിൽസ്മാനോട് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇയാൾ എൻ്റെ പുറകെ നടക്കുക, ഞാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നുണ്ടോയെന്ന് അറിയാനായിട്ട്. പിന്നെ അവിടെ ചെന്നിട്ട് അയാളോട് ചോദിച്ചു എനിക്ക് ഈ ഡ്രോൺ വേണം, ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇത്രയും കളക്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ അവനൊരു കളക്ഷൻ കാണിച്ചു. അപ്പോൾ മറ്റേ ഈ അവനെടുത്തത് മിനി ഇല്ലേ, മിനി അല്ല നിയോ അവിടെ കണ്ടു. ഞാൻ പറഞ്ഞത് നിയോ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറയാണ് നിയോ സ്റ്റോക്കില്ല. അപ്പോൾ ഞാൻ അയാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ എൻ്റെ പുറകെ കൂടെ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും. കറക്റ്റ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കള്ളനെ പോലെ ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയത്. ഇതെന്നാടാ പൗഡറൊക്കെ കയ്യായിരിക്കുന്നതാ. പഴയ ഐറ്റമാ, ഓൾഡ് ഈസ് ഗോൾഡ്. പഴയ സ്കാനിയ. ആ അതിനെടുത്ത് വെച്ചിരിക്കുന്നില്ലേ 4000 500 മറന്നേരാ കേട്ടാ. കൊള്ളാലോ, സാധനം കൊള്ളാലോടാ. മറിഞ്ഞു വീഴില്ല. പൊന്നാളിയാ, ഇതിനകത്ത് മ്യൂട്ട് ആക്കാൻ പറ്റില്ല. അതിന്റെ വീശിയുണ്ടവൻ. അത് ആക്സില 70 മിനിറ്റ് 70 മിനിറ്റ് 1 മണിക്കൂർ 10 മിനിറ്റ് പോയിട്ട് വരാനാ? അല്ലല്ല, നമുക്ക് 70 മിനിറ്റ് ആണ് ഓരോ ഇത് വരുന്നത്. നിക്കടാ ഒരു മിനിറ്റാ. നീ പറയടാ നീ പറഞ്ഞോ. മലയോരങ്ങളിലാണ് ഇറ്റലിയിലെ ഗ്രാമം തുടങ്ങുന്നത്. നമ്മൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ഥലത്തിന്റെ പേര് മാർക്കോണി. ആ നീളത്തിലുള്ള ബിൽഡിംഗ് അല്ലേ? എടാ ഇവിടെ മറ്റേ സാധനമുണ്ട്, മറ്റേ നമ്മൾ കണ്ടില്ലേ, നമ്മള് എടാ ഇങ്ങോട്ട് മാറി നിൽക്കാം. എടാ നമ്മൾ മറ്റേ ഇതിനകത്ത് കണ്ടില്ലടാ, മറ്റേ ഇത് കാണിക്കത്തില്ലേ, ഒരു ഇറ്റലിയിൽ ഇങ്ങനെ ഒരു 5-6 തൂണയിൽ ഇങ്ങനെ പൊങ്ങി നിർത്തിയിട്ട് റൗണ്ട് വെച്ചേക്കണം. ആ സാധനമൊക്കെ ഇവിടെ ഉണ്ട്. നാളെ നമുക്ക് പോവാം. ഏതാടാ? ഏത് ബ്രൗൺ? താഴ്ചത്തെ ബിൽഡിങ്ങിലായിട്ട് ലാസ്റ്റ് ബ്രൗൺ ഇല്ലേ? ചാപ്പല ഇവിടെ ഈ ഒരു പോർഷനിൽ ചെറുത് കാണുന്നത്. ഈ പച്ച ബിൽഡിംഗ് കണ്ട? അല്ല, ഇതിൽ ലാസ്റ്റ് ഒരു ബ്രൗൺ കണ്ട. ലാസ്റ്റ് ബ്രൗണാ? ഉറപ്പാ? നാളെ പോയി നോക്കാം. നമുക്ക് ഡിഡിൽ പോയിട്ട് വരാം. എടാ ഇവിടുന്ന് 1 കിലോമീറ്റർ വരെ കഴിഞ്ഞാൽ പാർക്കുണ്ട് കേട്ടോ. ആ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടോ. നിങ്ങൾ പോവുകയാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകണം. എന്നാടാ? ഇവിടെ DJ ക്ലബ് ഉണ്ട്, പാർട്ടി. എത്ര വർഷം മുന്നേ ആന്ന് നോക്ക്. ആ വീഡിയോ ഇട്ടേക്കുന്നത് എത്ര വർഷം മുന്നേ ആന്ന് നോക്കാം. ഓപ്പൺ 11 മണിക്കാ. റിവ്യൂ നോക്കാം. ട്രെയിന് OBB. നമുക്ക് ഇതിൽ കയറി കഴിഞ്ഞാൽ റോറോയിൽ കയറി അവിടെ ഇറങ്ങിയാലേ മതിൽ. അതല്ല, വണ്ടി കുത്ത കയറ്റിട്ട് നേരെ വിട്ടാലാ. വണ്ടി ഓടി എന്നുള്ള പേരുദോഷം വേണ്ടല്ലോ. ഇവിടെ തന്നെ എത്ര കിലോമീറ്റർ? 400 സംതിങ്. എനിക്ക് 10-900 കിലോമീറ്റർ ഓടാറുണ്ട്. 500 ചില്ലറ. അവനും അത് കണക്കാക്കി എടുത്താൽ മതി. തിങ്കളാഴ്ച എനിക്ക് രാവിലെ 6 മണിക്ക് എടുക്കണം. 6 മണിക്ക് പോലെ. ഞാൻ 6 മണി. നീ ഇങ്ങോട്ടല്ലേ? 900 കിലോമീറ്റർ ചൊവ്വാഴ്ച, നിനക്ക് 600 കിലോമീറ്റർ ചൊവ്വാഴ്ച. ഇത് നേരെ ആണെന്നുണ്ടെങ്കിൽ എൻട്രൻസ് അല്ലേ? അല്ലേ, ഇത് എൻട്രൻസ് ആടാ. എൻട്രൻസ് ആണ്. എൻട്രൻസ് അല്ലേ? പറ്റിൽ എഴുതിക്കോളൂടാ, പഠിക്കണ്ട. നീ ഞങ്ങൾക്ക് കോൺട്രിബ്യൂട്ട്, നിനക്ക് ഞാൻ പുതിയ നല്ലൊരു പാർക്കിംഗ് എടുത്തു തന്നില്ലേ? എന്റെ ശമ്പളം കട്ട് ചെയ്യുന്നതാണ്. നിനക്ക് ഇങ്ങോട്ട് വരുമ്പോ കുഴപ്പമില്ല. എനിക്ക് അങ്ങനെയല്ല. 3 ബാത്റൂമും ഉണ്ടാവും. 3 ഉണക്ക ബാത്റൂമുള്ളൊരു പാർക്കിംഗ്. അതിനകത്ത് കയറി നീ പാട്ടും പാടിയല്ലായിരുന്നു കാര്യം സാധിച്ചേ. ഒരു ബാത്റൂമിനെങ്ങനെ ടൊബാക്ഷി അങ്ങനെ കണ്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇത് വെച്ചിട്ട് 2 രൂപ എടുത്തുണ്ടോ? എന്നാ ഇത് പിടിക്കും. ആൽവിൻ അത് വാങ്ങി.
പേടിക്കണ്ടോ, ഇത് നമ്മുടെ ടീം ഇങ്ങനെയൊക്കെ തന്നെയാണ്. മാറി നടക്ക് ഇല്ലെങ്കിൽ അവൻ കൂടെ കയറ്റി തരും. ട്രെയിലർ കയറ്റുന്ന പോലെ കയറണം. കറക്റ്റ് അറ്റൊന്നും ഇടിക്കരുത്, വീലൊക്കെ വരഞ്ഞു കഴിഞ്ഞാൽ പണിയാണ്. കയറ്റി വെക്ക്. ഓക്കെ, എന്നിട്ട് ആ ക്ലിപ്പ് എടുത്ത് അതിനകത്ത് കുത്ത്. ആ ഒരു ഡയലോഗ് അടിച്ച് എന്നാടാ ഡ്രൈവർ ഇപ്പൊ വണ്ടി കൊണ്ട് ഒരിടത്ത് നിർത്തും. ഒരു ഡ്രൈവർ പറയുന്ന ആളെ വണ്ടി ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉറപ്പിച്ചു ഇതിന്റെ സമയം കഴിഞ്ഞാൽ അവര് എവിടെ സ്റ്റോപ്പിൽ നിർത്തുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ആരുടെ ഇതിന്റെ ഒരിക്കലും ടൈമുണ്ട്, ഒരു സ്റ്റോപ്പുണ്ട്. എന്നാ പൊക്കമല്ലേ മലക്കൊക്കെ, എന്നാ പൊക്കമാണ് മരത്തിനൊക്കെ മലക്കൊക്കെ. ഇവിടെ ഒരു ഡെൽറ്റ എനർജീസ്. ഇത് 2 കമ്പനി ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, മൾട്ടിപ്ലി 2 കമ്പനി ഉണ്ട്.